ഹായ് ഓൾ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇപ്പോൾ കുറേ പുതിയ അപ്ഡേഷൻസ് യൂറോപ്യൻ യൂണിയൻ കൺട്രിയിലൊക്കെ വരുന്നുണ്ട്. കുറേ പേര് പോകാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരുണ്ടാവും, പോകാനുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്നവരുണ്ടാവും, അവിടെ എത്തിപ്പെട്ടവരുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാതും 100% ട്രസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറയില്ലെങ്കിലും കുറേയൊക്കെ സത്യാവസ്ഥകളുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആസ് ബിക്കോസ് സം ഓഫ് യു മേ നോ മീ ബാക്ക് ബിഫോർ ഇറ്റ്സ്, ഞാനൊരു കൺസൾട്ടന്റ് ആണ്. അപ്പൊ എനിക്ക് നോർമലി കോൾസ് നല്ല പോലെ വരും. ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്ന കോൾസ് ആണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ ആയത്. മെയിൻലി വർക്ക് വിസ കോൺട്രാക്ട് വന്ന് വിസ റെഫ്യൂസൽ അടിക്കുന്ന കേസ്. ഒരാൾക്കല്ല, ഒരുപാട് പേർക്ക്. ചിലർക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലരൊന്നും പൈസ നഷ്ടപ്പെട്ടിട്ടില്ല. വിസ റെഫ്യൂസൽ റീ അപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റേജിലൊക്കെ നിൽക്കുന്നവരാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചുരുക്കം കാറ്റഗറികളിലേക്ക് മാത്രമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വർക്ക് വിസ ആയിട്ട് കിട്ടി പോകാൻ പറ്റത്തുള്ളൂ. അത് അവിടെ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. മുന്നത്തെ വീഡിയോകളിൽ ഞാൻ ഇത് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു വർക്ക് വിസയ്ക്ക് പോകുമ്പോൾ അവിടെ പാർട്ട് ടൈം ജോലിക്ക് ആൾ അവൈലബിൾ അല്ലാത്ത, അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസ് തന്നെ ഒത്തിരി കയറി പോയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ആണ് എല്ലാതും. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ ഡെസ്റ്റിനേഷൻസിലും നമ്മുടെ കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പാർട്ട് ടൈം ജോബ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ഡിമാൻഡ് ഓഫ് ജോബ് അവിടെ ഉള്ള ഒരു സാധനമാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വർക്ക് വിസ ആയിട്ട് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. ഈവൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടിയ ഒരു ഇന്റർവ്യൂ ആണെങ്കിലും വിസ റെഫ്യൂസൽ. അപ്പോൾ വിസ റെഫ്യൂസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എമിഗ്രൻസിന്റെ എണ്ണം എല്ലാ കൺട്രികളും കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഒബ്വിയസ്ലി വിസ റെഫ്യൂസൽ വന്നാൽ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പരമാവധി വിസ റെഫ്യൂസൽ വരുത്താതെ നോക്കുക. ജോബ് വിസയ്ക്ക് ശ്രമിക്കുമ്പോൾ എപ്പോഴും അതിന്റെ ഒതന്റിസിറ്റി ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി പോലും ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാംസിന് ഞാനിപ്പോൾ അധികം പേഴ്സണലി പ്രൊമോട്ട് ചെയ്യാറില്ല. പിന്നെ ചില പർട്ടിക്കുലർ കോഴ്സ് പഠിച്ച് അതിന്റെ ആ ഒരു റിയൽ പ്രൊഫഷൻ, ഇതിലിപ്പോൾ പുറത്തു പോകുന്ന ഒരു 60% ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ പുറത്തൊന്ന് പോയി സെറ്റിൽ ആവുക എന്നുള്ളൊരു ഇന്റൻഷനാണ്. അങ്ങനെയുള്ള ഒരാളും അതേപോലെ 40% ഒരു നല്ലൊരു ഇന്റർനാഷണൽ കൺട്രിയിൽ പോയി അവർ പഠിച്ച ഫീൽഡിൽ തന്നെ ഹൈ പ്രൊഫൈൽ ജോബ്. ഇത് രണ്ടും രണ്ട് കാറ്റഗറിയാണ്. ആദ്യം പറഞ്ഞ 60% ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി പോകുന്നവരാണ്. അത് ഒരു കണ്ടിന്യൂറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് നേരെ മാസ്റ്റേഴ്സിന് പോകുന്നവരായിരിക്കില്ല. അങ്ങനെയുള്ളവർ ഒരിക്കലും ഒരു വെരി എക്സ്പെൻസീവ് പ്രോഗ്രാം ചൂസ് ചെയ്യാതിരിക്കുക. സ്റ്റഡി ഡെസ്റ്റിനേഷൻസ് വളരെ ശ്രദ്ധിച്ചെടുക്കുക. ഓവർ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എടുക്കാതിരിക്കുക. ഇനി പ്യുവർ ഇന്റൻഷൻസ് ഓഫ് സ്റ്റഡി പോകുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യുന്ന കൺട്രിയിൽ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന കോഴ്സിന് നല്ല സ്കോപ്പ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത് രണ്ടുമാണ് പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ കുറേ ചലഞ്ചസ് നമ്മുടെ ഫ്രണ്ടിൽ യൂറോപ്യൻ യൂണിയനെ ബേസ് ചെയ്ത് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും കാണുന്നുണ്ട്. അതിന്റെ നല്ല വശവും ഒരു ചീത്ത വശവും ഉണ്ട്. എപ്പോഴും നമ്മൾ സ്റ്റഡി ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ കെയർഫുൾ ആവുക. പുറത്തേക്ക് എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുട്ടികൾക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ നാട്ടിൽ അത്രയും പോപ്പുലേഷൻ ആണ്. നമുക്ക് ഇവിടെ ജോലി സാധ്യതകളും അതേപോലെ ലിവിങ് എക്സ്പെൻസും എല്ലാം കൂടി വരുന്ന തരത്തിൽ പുറത്ത് പോകാനുള്ള ഇന്റൻഷൻസിന് ഒരിക്കലും ഞാൻ വേണ്ടെന്ന് പറയില്ല. പക്ഷേ ആ പോകുമ്പോൾ നമ്മൾ ജോലിക്ക് എന്നുള്ള ഒരു പ്ലാനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് തോതുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക. സ്റ്റഡിയാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതിന്റെ ഫർദർ സ്കോപ്പ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില കൺട്രികളിൽ ചില സെക്ടറുകൾക്ക് നല്ല ജോലി സാധ്യതകളുണ്ടാവും. അങ്ങനെയുള്ള കൺട്രികൾ പ്യുവർലി നിങ്ങൾ സ്റ്റഡീസ് അതേ പ്രൊഫഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഒരു എക്സാമ്പിൾ AI സൈബർ സെക്യൂരിറ്റി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ അതിന് സ്കോപ്പുള്ള കൺട്രി പോകണം. അവിടെ നിങ്ങൾ ഫീസോ ബാക്കി കാര്യങ്ങളോ നോക്കാതെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉള്ള നല്ലൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് നല്ലൊരു കൺട്രി സെലക്ട് ചെയ്ത് തന്നെ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നത് വേസ്റ്റ് ആണ്. കാരണം അറ്റ് എൻഡ് നിങ്ങളൊരു കെയർ ഹോമിൽ എൻഡപ്പ് ആവാനല്ല നിങ്ങൾ പോകുന്നത്. അപ്പൊ അത് എപ്പോഴും മനസ്സിൽ വെക്കുക. ദെൻ സെക്കൻഡറി ഞാൻ പറഞ്ഞല്ലോ, വർക്കാണ്. നിങ്ങൾക്കൊന്നൊരു സെറ്റിൽ ആവാനുള്ള ഒരു ആഗ്രഹത്തിലാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പരമാവധി ലോ ബഡ്ജറ്റ് ഫീസ് ആഫ്റ്റർ വിസ പ്രോഗ്രാംസ് ചൂസ് ചെയ്യുക. ലോ ബഡ്ജറ്റ് കൺട്രികൾ, ഒരുപാട് പേര് പോയി ഒക്യുപ്പൈഡ് ആയ കൺട്രികൾക്ക് പകരം പുതിയ ഡെസ്റ്റിനേഷൻസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള ഒത്തിരി ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, ചൂസ് ചെയ്തെടുക്കുക.